സുലൈക്ക എടുത്തൊടി കുട്ടി അതിനോട് വിളിച്ച ആ നമ്മമാരുടെ കുട്ടിക്ക് ഹായ് എത്തൊക്കെ നിങ്ങൾ ഈ കാട്ടണത് ഈ കണ്ണി കണ്ടൊക്കെ കൊടുന്നു കണ്ടാണ് കുട്ടിക്ക് കൊടുക്കണത് കാരണം ചേറിലും പറമ്പിലൊക്കെ നിരങ്ങിക്കാണ്ടുള്ള ചളിയും പൊടിയൊക്കെ ആയിക്കാണ്ട് എത്താണത് നിങ്ങൾക്ക് തിന്നാൻ കിട്ടിക്കണ നിങ്ങളുടെ കുത്തിന് തിന്നാ മതി കുട്ടിക്ക് കൊണ്ട് കൊടുക്കണ്ട ഇമ്മ എത്തേലും കൊണ്ട് തന്നിക്കണ കജ്ജും കാട്ടി മാങ്ങാൻ നിക്കണ്ട വല്ല സൂക്കടും എത്തി വെച്ചിക്കണെങ്കിൽ എത്താ ചേച്ചിയാ ഇനി തള്ളേ എത്തെങ്കിലൊക്കെ കൊണ്ട് തന്നിട്ട് കജിട്ട് വേഗം മാങ്ങാൻ നിക്കണ്ട ഒക്കെ പാടെ വട്ടം കൂടി കുത്തിരുന്ന് ഒക്കെ പാടെ കജ്ജിട്ട് വാരിയതേക്കാരത് അല്ല സൂക്കടും വരും എത്തേലും വന്നിക്കണെങ്കിലേ ഇപ്പ ഇമ്മ ഉണ്ടാകുള്ളൂ കഷ്ടപ്പെടാൻ അല്ലാതെ ഇമ്മമ്മ കൊണ്ട് പോയാലൊന്നും ഉമ്മമാനെ കിട്ടൂല ഇനി വരുമ്പത്തിന് പാഞ്ഞിട്ട് വരാൻ നിക്കണ്ട ഇന്നത്തോടെ ഈ വൃത്തിയിട്ട തള്ളേന്റെ വൃത്തിയുടെ സ്വഭാവം നിർത്തണം എന്താടി ഇക്ക നിങ്ങൾ ഇപ്പോൾ വല്ല നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ടോ ഇജ്ജിപ്പോ ഇങ്ങനെയൊക്കെ പറയാ മാത്രം എന്താ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്താ ഉണ്ടായിട്ടുള്ളത് എന്നോ നിങ്ങളെ ഇമ്മേ കണ്ണി കണ്ട ആൾക്കാരപ്പം തൊഴിലുറപ്പിന് പോയിട്ട് കൂട്ടും കെട്ടി നടന്നിട്ട് ഒക്കെ പാടെ കജ്ജിട്ട് ഭാര്യന്റെ ബാക്കി ഇഞ്ച കുട്ടിക്ക് കൊണ്ട് കൊടുക്കുക വല്ല സൂക്കടും വെച്ചേക്കാനേ അല്ലാതെ എത്തിനാ വെല്ലം കിട്ടിക്കണ അവിടെ തന്നെ തൊള്ളിക്കിട്ട് പോന്നാ പോരെ ഒരു വൃത്തിയും വെടുപ്പില്ലാത്ത സാധനം എത്ര വട്ടം ഞാൻ പറഞ്ഞിക്കണ് ബാക്കിയുള്ള ഈ പേരേക്ക് കൊണ്ടരണ്ടാന്ന് തീരെ പറഞ്ഞാ കേൾക്കാതെ ഇരിക്കണേ ഇനി ഞാൻ തന്നെ പറയണോ അത് നിങ്ങൾ പറയണോ ഇജ്ജ് പറയാതൊക്കെ എന്താ ചക്കാട്ടി എനിക്ക് അല്ലിത്ര 100 കൂട്ടം പണിയുണ്ട് നിങ്ങളെ പാടായി ഓ ഇങ്ങക്ക് അല്ലെങ്കിൽ ഇഞ്ചി കുട്ടിനെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല സാരല്ല ഞാൻ ശരിയാക്കി തരാം ഞാൻ ഇവിടെ തോത്തിട്ട നിലാണ് നിങ്ങൾ ഈ ചളിയിലും പറമ്പിലൊക്കെ പോയി പണിയെടുത്ത് വന്നുകാണ്ട് ഈ അകത്ത് കുതിർന്നാണ് ചോറ് വെച്ചത് ആ പുറത്തെവിടെയും പോയി കുതിർന്ന് തിന്നാ പോരെ ഞാൻ കജ്ജും കാലൊക്കെ കഴുകിക്കണല്ലോ എന്നിട്ട് വല്ല കാര്യായി കുളിച്ചിട്ടൊന്നുമില്ലല്ലോ വയർപ്പ് മണത്തിട്ടാണെങ്കിൽ അകത്തേക്ക് കേറാൻ തന്നെ പറ്റണില്ല എന്തൊരു മണ അത് അല്ല ഞാൻ ചോദിച്ചട്ടെ ഈ പണിക്ക് പോണ്ടാന്ന് ഞാൻ ഇക്കാകെ പഠിച്ച പണി പറഞ്ഞിട്ട് നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് പണിക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ ഇതൊന്നല്ല പെരയിലുള്ള നോണം കുറ്റൊക്കെ പറഞ്ഞു കുത്തിരക്കാലോ കൂട്ടം കെട്ടി നടക്കാലോ അതിന് വേണ്ടിയിട്ടല്ലേ രാവിലെ തന്നെ തിന്നുടിച്ചാട് ഇറങ്ങണത് വൈകുന്നേരം വരെ കൈക്കോട്ട വെച്ച എന്ത് കളക്കണേ അവിടെ നോണയും കുറ്റം മാത്രാണ് അതിനാണ് ഇവിടുന്ന് പോണത് ഒരു ദിവസം മുടങ്ങാതെ പിന്നെ നാളെ സുഹ്റാന്റെ കല്യാണത്തിന് എഞ്ച കുറച്ച് ചെങ്ങാഴ്ചകൾ വരുന്നുണ്ട് ആയിട്ട് വരുമ്പോത്തിന് വേഗം അവിടുന്ന് തിന്ന് നീച്ച് പോയിക്കോളി അടുക്കളേന്റെ അവിടെ എവിടെയും പോയി പുതിന്ന് തിന്നാ പോരെ ഞോല് വരുമ്പോലെ മുന്നിക്ക് ചാടാൻ നിൽക്കണ്ട തിന്നാണ്ട് പാത്രം കഴുകി വെച്ചാണ്ട് ആയിക്കൊടുത്തനാണ്ട് പോയിക്കോളി മനസ്സിലെ നാണം കെട്ടാനൊരു തൊഴിലുറപ്പ് എത്തിന്റെ ആവശ്യമുണ്ട് ഇപ്പൊ ഒരു തൊഴിലുറപ്പിന് പോകേണ്ടത് ഇവിടെ തിന്നാനും കുടിച്ചാനും ഇല്ലേ
വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിച്ചാലോ, ആ ഒരു ഉദ്ദേശമുള്ളൂ. ഒന്നൂല് രാവിലെ തന്നെ കൂട്ടം കെട്ടി പോകുമ്പോ തന്നെ ഉച്ചയ്ക്ക് അവനാന് തിന്നാളത് മുഴുവനോട് കൊണ്ട് പാത്രത്തിലാക്കി പോവുക. എന്നാ പിന്നെ വന്ന് ശല്യം ചെയ്യാൻ നിക്കണ്ടല്ലോ, വൈകുന്നേരം കണ്ടാ മതിയല്ലോ നമുക്ക്. ഹലോ. ഇക്ക നോക്കാണെ കുട്ടിക്ക് പെരും പനിയാണ്. ഇനിയിപ്പോ എന്താ കാട്ടുക? നിങ്ങൾ പൈസ എത്തേനോട് വെച്ചിക്കണോ? എന്റെ കയ്യിലും ഇല്ലല്ലോ, ഇനിയിപ്പോ എന്താ കാട്ടുക? ഓലൊന്നും ഇവിടെ ഇല്ലല്ലോ, വിരുന്ന് പോയതല്ലേ, ഞാൻ ആരോടാ ചോദിച്ചാ? ഇനി അതിന് വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. നോക്കട്ടെ. എന്നിട്ട് വിളിക്കാം. ശരി. ഒക്കെ തളരെ പണിയുണ്ട്, കണ്ണി കണ്ട ഒക്കെ കൊണ്ടു കൊടുത്ത് കുട്ടീനെ നാസാക്കി. ഇപ്പൊ അനുഭവിക്കാൻ ബാക്കിയുള്ളവരും. ജോർക്ക സുലേക്ക് അങ്ങനെ തീർത്തിച്ച് പായിന് എവിടക്കായാലും നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയോ? ആരടുത്തൊന്നും കിട്ടിയില്ല. ഈ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകാൻ എന്താ ചേച്ചിയാ? ഹലോ. ഇല്ലക്ക, ആരൊന്നും ശരിയായിട്ടില്ല.
സുലേഖ എന്നാ എന്താ ഇങ്ങനെ നോക്കണത്? ഇത് വാങ്ങേ. കുട്ടി തീ പൊള്ളണ പോലെ പഞ്ച് പറിച്ചാണ് കിടക്കണത്. ആ നേരത്താണോ വൈരാഗ്യം ദേശമൊക്കെ തോന്നേണ്ടത്? ഇത് വാങ്ങാനൊരു മടി ഉണ്ടാവുക എനിക്ക്. കാരണം എൻ്റെ വിയർപ്പിൻ്റെ ചെളിൻ്റെ എല്ലാം മണുള്ള പൈസയാണിത്. ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു മാന്യത ഉണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കണം നമ്മള്. ഇപ്പം ഇത് വാങ്ങ്. 1000 10,000 ഒക്കെ നമ്മളെ കയ്യിലുണ്ടാകും. പക്ഷെ ആവശ്യ നേരത്തെ അത് ഉപകരിക്കുമ്പോഴേ അതിനൊരു വില ഉണ്ടാവുള്ളൂ. ഇനി എത്തും ആലോചിച്ചണ്ട. നീച്ച് കുട്ടീനെയും കൊണ്ടേ ആശുപത്രി പോകാൻ നോക്ക്.